സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ അനുവദിക്കുന്നതിൽ നിന്നും സിപിഐഎം പിന്നോട്ട്. ബജറ്റ് പ്രഖ്യാപനം മരവിപ്പിക്കാൻ നേതൃതലത്തിൽ തന്നെ ധാരണയായി. പോളിറ്റ് ബ്യൂറോയിലെ ചർച്ചയ്ക്ക് ശേഷം തുടർ നടപടി തീരുമാനിക്കാമെന്നാണ് തീരുമാനം. വിദേശ സർവകലാശാല വിഷയത്തിൽ സിപിഐഎം വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. മുന്നണി ചർച്ച ചെയ്യാതെ നടപ്പാക്കരുതെന്നാണ് സിപിഐയുടെ ആവശ്യം. പാർട്ടിയിലും മുന്നണിയിലും ഭിന്നസ്വരം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ പുറത്തുവന്ന വിദേശ സർവകലാശാല വിഷയത്തിൽ സിപിഐഎമ്മിന്റെ പിന്നോട്ട് പോക്ക്. ചർച്ചയ്ക്ക് കളമൊരുക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ പ്രഖ്യാപനം സിപിഎം പോളിറ്റ് ബ്യൂറോയുടെ പ്രഖ്യാപന നിലപാടിന് കടകവിരുദ്ധമാണ്. ഇക്കാര്യം ഉന്നയിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർസ്വരങ്ങൾ ഉയർന്നിരുന്നു. വിദേശ സർവകലാശാലകളെ എതിർക്കുന്ന നിലപാടാണ് സിപിഐക്കുമുള്ളത്. ഇതൊക്കെയാണ് പിന്നോട്ട് പോകാൻ സിപിഎമ്മിനെ നിർബന്ധിതമാക്കിയത്. സിപിഐഎം എന്ന് പറയുന്ന പാർട്ടി വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള നിലപാടുകളെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. സിപിഐഎം മുദ്രാവാക്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നടപ്പിലാക്കാനാവില്ല. ഇത് 1957 സഖാ VMS പറഞ്ഞതാണ്. പാർട്ടി ഒരുപാട് മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി. അതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, അന്നുമല്ല ഇന്നുമല്ല. പോളിറ്റ് ബ്യൂറോയിലെ ചർച്ചയ്ക്ക് ശേഷമേ നടപ്പാക്കുമെന്ന തീരുമാനം MV ഗോവിന്ദൻ മാസ്റ്റർ നിഷേധിച്ചു. എന്നാൽ നയപരമായ നിലപാട് മുന്നണിയാണ് തീരുമാനിക്കുകയെന്ന് പ്രതികരിച്ച മിനോ വിശ്വം വാർത്തകൾ ശരിവെക്കുകയാണ്. അത് ഇത്തരം കാര്യങ്ങളിലൊന്നും അങ്ങനെ എടുത്തുചാടി ചെയ്യേണ്ട കാര്യമല്ല. അതൊരു പോളിസി ഷിഫ്റ്റാണ്, നയപരമായിട്ടുള്ള ഒരു പുതിയ കാര്യമാണത്. ഇത്തരം നയപരമായ കാര്യങ്ങളിൽ ചർച്ചകൾ തീർച്ചയായിട്ടും വേണം എന്ന അഭിപ്രായം CPIക്കുണ്ട്. ആ ചർച്ചകൾ LDFിൽ ഉണ്ടാകും. അതിന്റെ വെളിച്ചത്തിൽ LDF ഗവൺമെന്റ് ശരിയായ നിലപാട് സ്വീകരിക്കും. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്കുള്ള ധനമന്ത്രിയുടെ മറുപടിയിൽ വിദേശ സർവകലാശാല സംബന്ധിച്ച പുതിയ തീരുമാനങ്ങൾ വെളിവാക്കപ്പെടും. ചർച്ചയ്ക്ക് തുടക്കമിടുക എന്നതിനപ്പുറം ധൃതി പിടിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നതാകും മന്ത്രിയുടെ വിശദീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.